കുറച്ച് നാൾ മുമ്പ് കസ്റ്റമർ ഇങ്ങോട്ട് നമുക്ക് ഓണത്തിൻ്റെതായിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡ്രസ് കോഡായിട്ട് അമ്മക്കും മക്കൾക്കും വേണ്ടി ചെയ്തതായത് കൊണ്ടിട്ട് എംബ്രോയിഡറി വർക്കും സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം നമുക്ക് വേണ്ടി വന്നിട്ട് ഇതെല്ലാം ചെയ്ത് തീർക്കാനായിട്ട്. അങ്ങനെ അവസാനത്തെ പണിയായിട്ടുള്ള ഹെമ്മിങ്ങും കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഞാനൊന്ന് അയൺ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു ബ്ലൗസിൽ പഫ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു താമരയുടെ ഒരു എംബ്രോയിഡറി വർക്കും കൂടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം മെറ്റീരിയൽ വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഒരു ഏലിയൻ ടോപ്പും കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എല്ലാം കസ്റ്റമർ തന്നെയാണ് നമുക്ക് തന്നിരുന്നത് ചേട്ടാ. ഒരു സ്കേർട്ടിനൊപ്പം 3 ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ബ്ലൗസ് പെയർ ചെയ്യുന്ന രീതിയിലാണ് മക്കളുടെ ഡ്രസ്സുകളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തത് ഈ ഒരു ഹാൾട്ടർ നെക്കിൽ വരുന്ന പാറ്റേൺ ആണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ 2 സാരി ബ്ലൗസും കൂടി ചെയ്യാനുണ്ടായിരുന്നേ. 10 ബ്ലൗസ് പീസായിട്ട് വരുന്ന ഈ ഒരു സെറ്റിൽ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു 4 ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നേ. ഇത്രയും കൊണ്ട് ഈ ഒരു കസ്റ്റമറുടെ വർക്കെല്ലാം തീർന്നെന്ന് കരുതി പാക്ക് ചെയ്യണതിൻ്റെ വീഡിയോ ഞാൻ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് എന്നോട് ഒരു സെറ്റ് സാരി കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് വെച്ചാൽ മെറ്റീരിയൽ വെച്ച് തന്നെ ചെയ്യാനാണ് പറഞ്ഞിരുന്നത് വെച്ചത്. ആ ഒരു കാര്യം സത്യത്തിൽ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കസ്റ്റമറെ നമ്മൾ ഓർപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാനതെടുത്ത് വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു സാരി പ്ലെയിനായി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് എൻഡിങ് പോർഷനിൽ നമ്മൾ ഇതുപോലെ ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ഒരു സ്കാലപ്പും കൂടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനിയും നമ്മുടെ ഓണത്തിൻ്റെതായിട്ടുള്ള വർക്കുകളൊക്കെ വരാൻ കിടക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.